കഴിഞ്ഞ 37 വർഷക്കാലമായിട്ട് ഹരിപ്പാടും സമീപ പ്രദേശങ്ങളിലും സാമൂഹിക സേവന മേഖലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹരിപ്പാട് റോട്ടറി ക്ലബിന് 5 സ്റ്റാർ പദവി നേടിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വരുന്ന 26-ാം തീയതി 37ാമത്തെ വർഷത്തെ പ്രസിഡൻ്റായിട്ട് ജി അരുൺനാഥ് ഞാനും, സെക്രട്ടറിയായിട്ട് റോട്ടേറിയൻ സുനിൽ ദേവാനന്ദും, ട്രഷററായിട്ട് കൈപ്പള്ളി അയ്യപ്പനും, സർവീസ് പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് പ്രൊഫസർ റിട്ടയർഡ് ശബരിദാസ് സാറും, മെമ്പർഷിപ്പ് ഡയറക്ടറായിട്ട് മുൻ AG റോട്ടേറിയൻ മേജർ ഡോണർ റെജി ജോൺ സാറും സ്ഥാനമേൽക്കുകയാണ്. ഈ സ്ഥാനമേൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കുള്ളവർക്കും വളരെ അഭിമാനമുണ്ട്. കാരണം 20ഓളം അവാർഡുകൾ നേടിയതാണ് കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് ആ സ്ഥാനം ഞങ്ങൾക്ക് കൈമാറുന്നത്. അങ്ങനെ കൈമാറുമ്പോൾ പാറശാല മുതൽ ചേർത്തല വരെയുള്ള റോട്ടറി ഡിസ്ട്രിക്ട് 3211-ൻ്റെ ആദ്യത്തെ ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് ഒരു വനിതയാണ് വരുന്നത്. ആ വനിതയുടെ ഒരു സ്വപ്ന പ്രോജക്റ്റായ ഓപ്പോൾ. ഈ ഓപ്പോളിന് 7 വെർട്ടിക്കലാണുള്ളത്. വിദ്യ, ശ്രേയ, ആശ്രയ, നിർമ്മല, ഭൂമിക, അഭയ, ജനനി. ഈ 7 വെർട്ടിക്കലും ഈ വരുന്ന 26-ാം തീയതി നടക്കുന്ന ഇൻസ്റ്റലേഷന് ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ടോട്ടലി സ്ത്രീകളുടെ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകളാണ് ഈ പ്രോജക്റ്റുകളെല്ലാം തന്നെ. കൂടാതെ ഹരിപ്പാട് റോട്ടറി ക്ലബ്ബ് നടത്തി വരുന്ന ഡയാലിസിസ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് 200ഓളം ജനങ്ങൾക്ക്, വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമായിട്ട് നടത്തി വരുന്നു. അതിനെപ്പറ്റി ഡയാലിസിസിൻ്റെ ഉത്തരവാദിത്തമുള്ള ഡയറക്ടർ റെജി ജോൺ സാറ്, അതുപോലെ തന്നെ ഹരിപ്പാട് റോട്ടറി ക്ലബ്ബ് നടത്തി വരുന്ന സർവീസ് പ്രോജക്റ്റുകളിലെ വിശദമായ കാര്യങ്ങളും സർവീസ് പ്രോജക്റ്റ് ഡയറക്ടർ ശബരിദാസ് സാറും സംസാരിക്കുന്നതാണ്. ഈ 26-ാം തീയതി നടക്കുന്ന ഇനാഗുറേഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപിതാവായ ശ്രീ KK രാമകൃഷ്ണൻ അവர்களுം, മുഖ്യ പ്രഭാഷണം നടക്കുന്നത് റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ നോമിനി, ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ശ്രീമതി ഡോക്ടർ മീര ജോണുമാണ്. 2021 ജൂൺ 30-ാം തീയതി ഹരിപ്പാട് കാറാപ്പടി ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഹരിപ്പാട് റോട്ടറി ക്ലബിൻ്റെ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ സംയുക്ത സഹകരണത്തിൽ ഒരു ഡയാലിസിസ് മെഷീൻ ഞങ്ങൾ പുതുക്കിയുണ്ട്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, ഈ മാറുന്ന ജീവിത രീതി കൊണ്ടും അസുഖങ്ങൾ, വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം ധാരാളം പേര് കിഡ്നി രോഗത്താൽ വലയുകയാണ്. അവർക്ക് രോഗം വരുന്നവർക്ക് വല്ലാത്തൊരു സാമ്പത്തിക പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ഒരു ഡയാലിസിസ് ഏകദേശം 2500 രൂപയോളം ചിലവാകും. ചില ആളുകൾക്ക് ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അവർക്ക് ഒരു കൈത്താങ്ങ് നിലയ്ക്കാണ് ഞങ്ങൾ ഈ ഒരു ഡയാലിസിസ് മെഷീൻ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് കൊടുത്തത്. ആ പദ്ധതി പ്രകാരം 4 ഡയാലിസിസുകൾ ഒരാഴ്ചയിൽ നിർദ്ധനരായ രോഗികൾക്ക് ഞങ്ങൾ സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം 200-220 ഡയാലിസിസുകൾ വർഷം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപേക്ഷകളുടെ ഭയങ്കരമായ ബാഹുല്യമാണ്. ധാരാളം ആളുകൾ വന്ന് അപേക്ഷ തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ നമുക്ക് ഒക്കുന്നില്ല. അത് കാരണം ഞങ്ങൾ വീണ്ടും റോട്ടറി ഇൻ്റർനാഷണലിനെ സമീപിക്കുകയും ഞങ്ങളുടെ ക്ലബും റോട്ടറി ഇൻ്റർനാഷണലും ബ്രസീലിലെ കൊണ്ടേജം സിഡേഡ് ഇൻഡസ്ട്രിയൽ എന്ന ക്ലബും കൂടി സഹകരിച്ചിട്ട് ഏകദേശം 30 ലക്ഷം രൂപ ചെലവിൽ നമ്മളുടെ ഡാനപ്പടി എയർക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ 2 ഡയാലിസിസ് മെഷീനുകളും, ശ്രീകണ്ഠപുരം ഹോസ്പിറ്റൽ തട്ടാനന്തത്തിൽ 1 ഡയാലിസിസ് മെഷീനും, അങ്ങനെ 3 ഡയാലിസിസ് മെഷീനുകൾ പുതിയതായി കൊടുക്കാനുള്ള പദ്ധതികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കായിരിക്കുകയാണ്. ഏകദേശം 30 ലക്ഷം രൂപ ചെലവ് വരുന്നതാണ്. ഈ പൈസയുടെ സിംഹഭാഗവും ഹരിപ്പാട് റോട്ടറി ക്ലബ്ബാണ് മുടക്കുന്നത്.